കുങ്ഫുവിൻ്റെ ഒറിജിൻ ചൈനയാണെന്നാണ് ഇത്രയും കാലം വിശ്വസിച്ചിരുന്നത്. എന്നാൽ ഇതിൻ്റെ എല്ലാം തുടക്കം ഇവിടെ നിന്നാണ്. 1550 വർഷങ്ങൾക്ക് മുമ്പ് ഇന്നത്തെ കേരളവും തമിഴ്നാടുമെല്ലാം പല്ലവ രാജവംശം ഭരിച്ചിരുന്ന കാലത്ത് ആളുകൾ പ്രധാനമായും അഭ്യസിച്ചിരുന്നത് വർമ്മകലൈ, സിലമ്പം, പുട്ടുവരിസൈ എന്നീ ആയോധന കലകളായിരുന്നു. പിന്നീട് ഇതെല്ലാം ഒന്നായി കളരിപ്പയറ്റായി രൂപം കൊണ്ടു. പക്ഷേ ഇതെങ്ങനെ ചൈനയിലെത്തി? 7ാം അറിവിലെ ബോധിധർമ്മയെ ഓർമ്മയുണ്ടോ? യെസ്, ഹീസ് എ വൺ. ബോധിധർമ്മ ജനിച്ചത് കാഞ്ചീപുരമാണെന്നും അല്ല കൊടുങ്ങല്ലൂരാണെന്നും വാദങ്ങളുണ്ട്. എന്തായാലും മഹായാന ബുദ്ധിസം പ്രചരിപ്പിക്കാൻ വേണ്ടി ബോധിധർമ്മൻ ചൈനയിലെത്തി. ഇന്ത്യയിൽ നിന്ന് ഏതോ നീലക്കണ്ണുള്ള സന്യാസി വന്നിട്ടുണ്ടെന്ന് ചൈന മൊത്തം പാട്ടായി. ചൈനയിലെ അന്നത്തെ രാജാവായ വു ഓഫ് ലിയാങ് ബോധിധർമ്മക്ക് താമസിക്കാനായി ഷാവലിൻ ക്ഷേത്രത്തിൽ സൗകര്യമൊരുക്കി. അപ്പോഴാണ് ഒരു കാര്യം ശ്രദ്ധിക്കുന്നത്. അവിടുത്തെ സന്യാസിമാരെല്ലാവരും ധ്യാനം മാത്രം ചെയ്യുന്നത് കൊണ്ട് ഫിസിക്കലി വളരെ വീക്കായിരുന്നു. അങ്ങനെ ബോധിധർമ്മ ഇന്ത്യയിൽ നിന്നും പഠിച്ച കാര്യങ്ങൾ അവർക്ക് ഓരോന്നായി പഠിപ്പിച്ചു കൊടുത്തു. ഇതാണ് പിന്നീട് ഷാവലിൻ കുങ്ഫു ആയിട്ട് മാറിയത്.